2005 ഹോഗനെ WWE ഹോൾ ഓഫ് ഫെയിമിലും ഉൾപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ 2015 ഹോഗന്റെ ഒരു വീഡിയോ പുറത്തു വന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഹോൾ ഓഫ് ഫെയിമിൽ നിന്നും പേര് നീക്കം ചെയ്തതും WWE സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. ആ കേസിൽ നിന്നും വിമുക്തനായി തിരിച്ചു വന്ന ഹോഗൻ 2020 വീണ്ടും അദ്ദേഹത്തെ ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഹോഗൻ നമുക്കറിയാം ഹോളിവുഡ് ഹോഗനാണ്. നിരവധി സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. റോക്കി 3 1982 ഇറങ്ങിയ സിനിമയിൽ തണ്ടർ ലിപ്സ് എന്ന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഹോഗൻ നോസ് ബെസ്റ്റ് എന്ന റിയാലിറ്റി ഷോയിലും അദ്ദേഹം തന്റെ പ്രാതിനിധ്യം തെളിയിച്ചിട്ടുണ്ട്. ടെറി ജീൻ ബോളിയ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. 1953 അദ്ദേഹത്തിന്റെ ജന്മമുണ്ടായത്. 1980കളുടെ മധ്യകാലം തൊട്ട് 90കളുടെ ആദ്യകാലം വരെ വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റിന്റെ ഒരു പൂർണ്ണ അമേരിക്കൻ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ തൊഴിലാളി വർഗ നായക കഥാപാത്രമായിട്ടാണ് അദ്ദേഹം ആ സമയത്ത് റെസ്ലിംഗിൽ അവതരിച്ചത്. 2000കളുടെ തുടക്കത്തിൽ WWE മടങ്ങിയെത്തിയ ഹോഗൻ തന്റെ പ്രശസ്തങ്ങളായ 2 കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ കൂട്ടി ഇണക്കിക്കൊണ്ട് അല്പകാലം കൂടി അദ്ദേഹം 2000ന്റെയും 2010ന്റെയും ആ ഒരു സമയത്ത് WWE ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏതാണ്ട് 12 തവണ അദ്ദേഹം വേൾഡ് ചാമ്പ്യൻ ആയിട്ടുണ്ട്. 6 തവണ WWE അഥവാ WWF ചാമ്പ്യനും 6 തവണ WCW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിട്ടുണ്ട്. ഒരു തവണ എഡ്ജിനൊത്ത് ചേർന്നുകൊണ്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് അദ്ദേഹം നേടിയിട്ടുണ്ട്. 90-91 വർഷങ്ങളിൽ റോയൽ റംബിൾ തുടർച്ചയായി വിജയിച്ച താരവും അദ്ദേഹമായിരുന്നു. അതുപോലെ ആന്ദ്രേ ദ ജയന്റുമായുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം എക്കാലത്തെയും മികച്ച റെസ്ലിംഗ് പോരാട്ടങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നുണ്ട്. അതുപോലെ അണ്ടർടേക്കർക്കെതിരെയുള്ള പോരാട്ടം, ബ്രോക്ക് ലെസ്നറിനെതിരെയുള്ള പോരാട്ടം, ദി റോക്കിനെതിരെയുള്ള പോരാട്ടം, ഷോൺ മൈക്കിൾസിനെതിരെയുള്ള പോരാട്ടം, അങ്ങനെ ഒരുപാട് പോരാട്ടങ്ങൾ, ആന്ദ്രേ ദ ജയന്റിനെതിരെയുള്ള പോരാട്ടം പോലെ അദ്ദേഹത്തിന്റെ ഈ പോരാട്ടങ്ങളൊക്കെയും ലോക ശ്രദ്ധ ആകർഷിച്ചിരുന്നു.